Effects of coercion. Coercion's effect എന്താണ് ഒരു കോൺട്രാക്റ്റിന്റെ മേൽ? If the consent is obtained by means of coercion, then that agreement is voidable. ഇത് voidable ആകുന്നതേ ഉള്ളൂ, അത് void ആകുന്നില്ല. So coercion doesn't make an agreement void, it is only voidable at the option of the party whose consent is not free. ആരുടെ കൺസെന്റ് ആണോ ഫ്രീ അല്ലാത്തത്, ആരുടെ കൺസെന്റ് ആണോ coercion മുഖാന്തരം ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്, he can make that contract valid or void. Voidable contract is a contract which can be made valid or void by one of the parties to the contract, not by the other or others. ഇതാണ് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് ഓഫ് coercion വന്നിരിക്കുന്നത്. ഇതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആക്കി മാറ്റുന്നതേ ഉള്ളൂ. ദെൻ ഇനി ഇത് ബേർഡൻ ഓഫ് പ്രൂവിങ്, ഇത് ആരാണ് പ്രൂവ് ചെയ്യേണ്ടത് coercion ഉണ്ടായെന്ന്? The burden of proving lies with the party who want to make the contract or who want to avoid the contract. ആരാണോ ഈ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അപ്പം ആരുടെ കൺസെന്റ് ആണോ ഫ്രീ അല്ലാത്തത് അയാളുടെ ബേർഡൻ ആണ് ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. രണ്ടാമത് അയാൾ പ്രൂവ് ചെയ്യണം, ഇങ്ങനെ coercion ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയില്ലായിരുന്നു എന്ന്. So the burden of proving coercion lies with the party whose consent is not free. അപ്പം ആരുടെ കൺസെന്റ് ആണോ ഫ്രീ അല്ലാത്തത് അയാളുടെ ഒരു ബേർഡൻ ആണ്, അയാളാണ് ഇത് പ്രൂവ് ചെയ്യേണ്ടത്. എൻ്റെ കൺസെന്റ് ഫ്രീ അല്ല, മൈ കൺസെന്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ മീൻസ് ഓഫ് coercion. ഇങ്ങനെ coercion അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബലപ്രയോഗമോ അല്ലെങ്കിൽ coercionോ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യേണ്ട ഒരു ബേർഡൻ വരുന്നത് ഇവിടുത്തെ അഗ്രീവ്ഡ് പാർട്ടിക്കാണ്. അപ്പം അത് ഓർത്തിരിക്കുക. coercion ഒരു കോൺട്രാക്റ്റിനെ വോയിഡബിൾ ആക്കുന്നതേ ഉള്ളൂ, വോയിഡ് ആക്കുന്നില്ല. അതുപോലെ തന്നെ ദ ബേർഡൻ ഓഫ് പ്രൂവിങ് coercion ലൈസ് വിത്ത് ദി പാർട്ടി, ദി അഗ്രീവ്ഡ് പാർട്ടിയാണ്. ഇത് ഓർത്തിരിക്കുക. നമുക്ക് ഈ ഡ്യൂറസ് എന്നൊരു ടേം ഉണ്ട്. ഇംഗ്ലീഷ് ലോയിൽ ദി ടേം യൂസ് ഫോർ coercion ഇസ് ഡ്യൂറസ്. അപ്പം ഇംഗ്ലീഷ് ലോയിൽ coercionന് തുല്യമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഡ്യൂറസ്. അപ്പം ഡ്യൂറസിൻ്റെ ഒരു പ്രത്യേകത, ഇന്ത്യയിലെ ദി ടൈം coercion ഇന്ത്യ കവേഴ്സ് ഡ്യൂറസിനേക്കാളും കൂടുതൽ ഫീൽഡ് കവർ ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ coercion. അപ്പം ഡ്യൂറസ് വന്നു കഴിയുമ്പോഴേക്കും ഡ്യൂറസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രിട്ടണിങ് ടു ഡീറ്റെയിൻ പ്രോപ്പർട്ടി. ഇംഗ്ലീഷ് നിയമപ്രകാരം ഡ്യൂറസ് ഡസ് നോട്ട് കവർ അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രിട്ടണിങ് ടു ഡീറ്റെയിൻ പ്രോപ്പർട്ടി. ഡ്യൂറസ് പ്രകാരം പ്രോപ്പർട്ടി ഡീറ്റെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഡീറ്റെയിൻ ചെയ്യുന്ന ത്രിട്ടൺ ചെയ്യുന്നതോ coercionായി മാറുന്നില്ല. അവിടെ ഡ്യൂറസ് പ്രകാരം ഒരു വ്യക്തിക്കെതിരെ, ഒരു ഇൻഡിവിജ്വലിനെതിരെ, പേഴ്സണെതിരെ ഉള്ള ത്രിട്ടണിങ് ആണ് coercionന്റെ അല്ലെങ്കിൽ ഡ്യൂറസിന്റെ പരിധിയിൽ വരുന്നത്. അത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസ് നമ്മൾ ജനറലി അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഡോമിനേഷൻ ഓഫ് എ വീക്ക് മൈൻഡ് ബൈ എ സ്ട്രോങ് മൈൻഡ്. ഇപ്പോൾ ഒരു വീക്ക് മൈൻഡിനെ സ്ട്രോങ് മൈൻഡ് ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ ഈ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത് തന്നെ ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നിന്നാണ്. റിലീജിയസ് ഗുരൂസിന് അവരുടെ ഡിസൈപ്പിൾസിൻ്റെ മേൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. പേരൻസിന് മക്കളുടെ മേൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. മക്കൾക്ക് പേരൻസിൻ്റെ മേൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിൻ്റെ മേൽ. ഇതെല്ലാം ബന്ധങ്ങളിൽ നിന്നാണ് ദി എബിലിറ്റി ഫോർ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് അത് നമ്മൾ ജനറലി ഓർത്തിരിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഡോമിനേഷൻ ഓഫ് വീക്ക് മൈൻഡ് ബൈ എ സ്ട്രോങ് മൈൻഡ്. ഡോമിനേറ്റ് ചെയ്യുന്നു, മറ്റൊരാളുടെ മൈൻഡിനെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ചിന്താഗതിയെ ഡോമിനേറ്റ് ചെയ്ത് അയാളെ കൊണ്ടൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയും ആ എഗ്രിമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും അൺഡ്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺഫെയർ ആയിട്ടുള്ള ബെനഫിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നു. The term undue influence means unfair use of one's superior power. Undue influence means unfair use of one's superior power
in order to obtain the consent of a person, in order to who is in a weaker position, in order to obtain the consent of a person who is in a weaker position. അപ്പം മറ്റൊരാൾ അല്ലെങ്കിൽ ഒരു വീക്കർ പൊസിഷനിലുള്ള ഒരാളുടെ ചിന്താഗതി ഇൻഫ്ലുവൻസ് ചെയ്ത് കൺസെൻറ്റ് വാങ്ങിയെടുക്കുന്നു. അതാണ് എന്തായിട്ട് വരുന്നത്? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയിട്ട് വരുന്നത്. ദെൻ നമുക്കൊരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകണമെങ്കിൽ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ പ്രകാരം, ഈ ഡെഫിനിഷൻ നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കുകളിൽ കിട്ടും, ആ ഡെഫിനിഷൻ ഓർത്തിരുന്നാൽ നന്നായിരിക്കും. ഈ സെക്ഷൻ 16 സബ്സെക്ഷൻ 1 കൊടുത്തിരിക്കുന്ന അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഡെഫിനിഷൻ പ്രകാരം ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അൺഡ്യൂ ഇൻഫ്ലുവൻസിന് എന്താ? 3 എസെൻഷ്യൽ പാർട്സ് ആർ ദെയർ. അപ്പം 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുള്ളൂ. ആദ്യത്തെ ഒരു പാർട്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആണ്, വൺ പാർട്ടി മസ്റ്റ് ബി ഇൻ എ പൊസിഷൻ ഡോമിനേറ്റ് ദി വിൽ ഓഫ് ദി അതർ. ഇപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകണമെങ്കിൽ ഒരു എഗ്രിമെന്റിലെ 2 പാർട്ടിക്കാരിൽ ഒരാൾ, വൺ പാർട്ടി മസ്റ്റ് ബി ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദി വിൽ ഓഫ് ദി അതർ, ആൻഡ് ദാറ്റ് പാർട്ടി മസ്റ്റ് യൂസ് ദാറ്റ് പൊസിഷൻ ടു ഡോമിനേറ്റ് ദി വിൽ ഓഫ് ദി അതർ. ഒരാൾ അയാളുടെ ആ സ്ഥാനം വെച്ച് മറ്റൊരാളുടെ മനസ്സിനെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൺസെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു പൊസിഷനിലായിരിക്കണം. ദെൻ ദി സെക്കൻഡ് ഈസ് ദി ഡോമിനന്റ് പാർട്ടി മസ്റ്റ് ഹാവ്, രണ്ടാമത്തെ എന്താ? ദി ഡോമിനന്റ് പാർട്ടി മസ്റ്റ് ഹാവ് യൂസ് ദി സുപ്പീരിയർ പൊസിഷൻ ടു ഒബ്റ്റെയിൻ ആൻ അൺഡ്യൂ അഡ്വാൻറ്റേജ് ഓവർ ദി വീക്കർ പാർട്ടി. അവിടെ ആ ഡോമിനന്റ് പാർട്ടി മസ്റ്റ് യൂസ് ദി സുപ്പീരിയർ പൊസിഷൻ to obtain an undue advantage from the other party. അവിടെ ആർക്കാണൊരു സുപ്പീരിയർ പൊസിഷൻ ഉള്ളത്, അയാൾ വീക്കർ പൊസിഷനുള്ള ആളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് കരസ്ഥമാക്കിയിരിക്കണം, എങ്കിൽ മാത്രമേ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആ സ്ട്രോങ് പൊസിഷൻ ഉപയോഗിച്ച് വീക്ക് പൊസിഷനിലുള്ള ആളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു കൺസെൻറ്റ് വാങ്ങി ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുവിച്ച് ആ എഗ്രിമെൻ്റ് പ്രകാരം എന്താ എന്തെങ്കിലും അൺഫെയർ അഡ്വാൻറ്റേജ് ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, ഡോമിനന്റ് പാർട്ടി മസ്റ്റ് ഒബ്റ്റെയിൻ ആൻ അൺഫെയർ അഡ്വാൻറ്റേജ് ഓവർ ദി വീക്കർ പാർട്ടി. ഡോമിനന്റ് പാർട്ടി എന്താ? അയാളുടെ പൊസിഷൻ ഉപയോഗിച്ചൊരു അൺഫെയർ അഡ്വാൻറ്റേജ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം, കരസ്ഥമാക്കിയിരിക്കണം. പൊസിഷനിൽ ഇരുന്നാൽ മാത്രം പോരാ, ആ പൊസിഷൻ ഉപയോഗിച്ച് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? അത് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നു. അപ്പം അൺഡ്യൂ ഇൻഫ്ലുവൻസ് മീൻസ് എന്താ നമ്മൾ ചെയ്യുന്നത്? അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ അകത്ത് ഒരു സ്ട്രോങ് മൈൻഡുള്ള ഒരാൾ ഒരു വീക്ക് മൈൻഡുള്ള ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് അൺഫെയർ അഡ്വാൻറ്റേജ് ഒബ്റ്റെയിൻ ചെയ്യുകയും ചെയ്താൽ ദെയർ എക്സിസ്റ്റ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഇനി അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ ഒരു ഇഫക്റ്റ് എന്താണെന്ന് നോക്കിയാൽ, നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ കുറേ ആർക്കൊക്കെ ആണെന്നുള്ളതിന് എക്സാമ്പിൾസൊക്കെ ഇപ്പോൾ എന്താ, ഒരു അഡ്വക്കേറ്റിന് വേണമെങ്കിൽ അയാളുടെ ക്ലയൻറ്റിൻ്റെ മേൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. റിലീജിയസ് ഗുരൂസിന് ഡിസൈപ്പിളിൻ്റെ മേൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. അതുപോലെ കോമൺ ആയിട്ട് കാണുന്നതാണ് റിലീജിയസ് ഗുരൂസ്, അവർക്ക് ഡിസൈപ്പിളിൻ്റെ മേൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ട്. റിലീജിയസ് ഗുരൂസ് പറഞ്ഞാൽ ആളുകൾ എന്തും ചെയ്യും. ഇനി ചിൽഡ്രൻ ഹാവ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓൺ ദെയർ പേരൻസ്, മക്കൾക്ക് മാതാപിതാക്കളുടെ മേൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം. ദെൻ ടീച്ചേഴ്സ് ക്യാൻ ഹാവ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓൺ ദെയർ സ്റ്റുഡൻസ്, ഡോക്ടേഴ്സ് ക്യാൻ ഹാവ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഓൺ ദെയർ പേഷ്യൻസ്. ഇതെല്ലാം എന്താ? റിലേഷൻഷിപ്പിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇത് ഓർത്തിരിക്കുക, ആർക്കൊക്കെയാണ് ഉണ്ടാകാവുന്നത്. അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ ഒരു പൊസിഷനിൽ ആരിലൊക്കെ കാണാം. ദെൻ അൺഡ്യൂ ഇൻഫ്ലുവൻസിൻ്റെ ഇഫക്റ്റ് എന്താണ്? അൺഡ്യൂ ഇൻഫ്ലുവൻസ്, അപ്പം അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഒരു കോൺട്രാക്ട്, ഇൻഫ്ലുവൻസ് മേക്സ് കോൺട്രാക്ട് വോയിഡബിൾ ആക്കുന്നതേ ഉള്ളൂ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താ? അൺഡ്യൂ ഇൻഫ്ലുവൻസ് മേക്സ് ദി കോൺട്രാക്ട് വോയിഡബിൾ. It is voidable at the option of the party whose consent is obtained by undue influence. ആരുടെ കൺസെൻ്റ് ആണോ അൺഡ്യൂ ഇൻഫ്ലുവൻസ് മുഖാന്തരം ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്, then he can make that contract voidable. അപ്പം അത് വോയിഡബിൾ ആണ്, വോയിഡ് അല്ല, വോയിഡബിൾ ആകുന്നതേ ഉള്ളൂ. ദി പാർട്ടി ഹൂസ് കൺസെന്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അൺഡ്യൂ ഇൻഫ്ലുവൻസ്, he can convert that
contract or agreement as void or valid. Undue influence makes a contract voidable. അതാണ് ജനറലി ഓർത്തിരിക്കേണ്ടത്. അത് വോയിഡ് ആകുന്നില്ല, ഇഫക്റ്റ്ലെസ് ആകുന്നില്ല. ഇപ്പം അൺഡ്യൂ ഇൻഫ്ലുവൻസ് മുഖാന്തരമായിട്ട് കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതെങ്കിൽ ആരുടെ കൺസെൻ്റ് ആണോ ഫ്രീ അല്ലാത്തത് അയാൾ അത് വോയിഡ് ആക്കുന്നത് വരെ വാലിഡായിരിക്കും. അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഡസൻറ്റ് മേക്ക് എ കോൺട്രാക്ട് വാലിഡ് അബ് ഇനിഷ്യോ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് മുഖാന്തരം ഉണ്ടാകുന്ന കോൺട്രാക്റ്റുകൾ അത് വോയിഡ് അല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് വോയിഡബിൾ ആണെന്ന് ഓർത്തിരിക്കുക. ദെൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ഓർത്തിരുന്നാൽ മതി. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. നമ്മൾ ഇതെല്ലാം ഫ്രീ കൺസെൻറ്റ് ഇല്ലാത്ത സാഹചര്യങ്ങളാണ്. ഫ്രീ കൺസെൻറ്റ് എന്താ? ഇഫ് ദി കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ദെൻ ഫ്രോഡ്, മിസ്റ്റേക്ക്, ഇതെല്ലാം എന്താ? ഇതെല്ലാം ഫ്രീ കൺസെൻറ്റ് ഒഴിവാക്കുന്നു. കൺസെൻറ്റ് ഫ്രീ അല്ലാതെ വരുന്ന സാഹചര്യങ്ങളാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ കൊയേഷൻ ആൻഡ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അപ്പം കൊയേഷൻ്റെ കാര്യത്തിൽ എന്താ? ഇൻ കേസ് ഓഫ് കൊയേഷൻ ദെയർ നീഡ് നോട്ട് ബി എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്ടീസ്. കൊയേഷൻ എക്സിസ്റ്റ് ചെയ്യാൻ എഗ്രിമെൻറ്റിലെ പാർട്ടിക്കാർക്കിടയിൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അതേസമയം അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ സം കൈൻഡ് ഓഫ് എ റിലേഷൻഷിപ്പ് ഷുഡ് ബി ദെയർ. ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസിന് ചാൻസ് ഉള്ളൂ. Then the second difference, one party may not be in a position to dominate the will of the other. കൊയേഷൻ്റെ അകത്ത് കോൺട്രാക്റ്റിലെ ഒരു പാർട്ടി അല്ലെങ്കിൽ എഗ്രിമെൻറ്റിലെ ഒരു പാർട്ടി അതർ പാർട്ടിയുടെ വില്ലിനെ ഡോമിനേറ്റ് ചെയ്യാവുന്ന പൊസിഷനിലാകണമെന്നില്ല. അപ്പം അങ്ങനൊരു പൊസിഷൻ ഉണ്ടാകണമെന്നില്ല. കൊയേഷൻ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ കൊയേഷൻ്റെ കാര്യത്തിൽ എന്താ? ത്രിട്ടണിങ് ആണ് അവിടെ വരുന്നത്. ത്രിട്ടണിങ്, കമ്മിറ്റിംഗ് ഓർ ത്രിട്ടണിങ് ടു കമ്മിറ്റ് an act forbidden by the Indian Penal Code, or unlawful detention of property, unlawful detention of persons, or threatening to detain the property of somebody else or some other persons. ഇവിടെയെല്ലാം എന്താ? ഇവിടെയൊന്നും ഡോമിനേഷൻ ഓഫ് വില്ലിൻ്റെ ആവശ്യമില്ല. അതേസമയം ഇൻ കേസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് വൺ പാർട്ടി മസ്റ്റ് ബി ഇൻ എ പൊസിഷൻ ടു ഡോമിനേറ്റ് ദി വിൽ ഓഫ് ദി അതർ. ഇവിടെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്ന ഡോമിനേഷൻ ഓഫ് എ വീക്ക് മൈൻഡ് ബൈ എ സ്ട്രോങ് മൈൻഡ്. അപ്പം വൺ പാർട്ടി മസ്റ്റ് ബി ഇൻ എ പൊസിഷൻ ഡോമിനേറ്റ് ദി വിൽ ഓഫ് ദി അതർ. ദെൻ തേർഡ് വൺ, ഇൻ കേസ് ഓഫ് കൊയേഷൻ ദി ഫോഴ്സ് യൂസ്ഡ് ഈസ് ഫിസിക്കൽ ഇൻ നേച്ചർ, ബട്ട് ഇൻ കേസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇറ്റ് ഈസ് മോറൽ പ്രഷർ. മോറൽ പ്രഷറാണ് ഉപയോഗിക്കുന്നത്, ഫിസിക്കൽ ഫോഴ്സ് അല്ല. ദെൻ ദി ഫോർത്ത് ഡിഫറൻസ്, there must be an intention of causing any person to enter into a contract. അപ്പം ഒരു intention of causing or intention of forcing a person to enter into a contract എങ്കിൽ മാത്രമേ എന്താ കൊയേഷൻ ഉണ്ടാകുന്നുള്ളൂ. Then superior uses his position to obtain an unfair advantage. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താ? ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ആണ് കരസ്ഥമാക്കുന്നത് ഓവർ ദി അതർ, obtaining an unfair advantage. Then it may be initiated by any person. Coercion can be initiated by any person and it can be directed towards any person. ആർക്ക് വേണമെങ്കിലും കോയേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാം, ഇത് ആർക്കെതിരെ വേണമെങ്കിലും അത് ഡയറക്റ്റ് ചെയ്യാം. അതേസമയം ഇൻ കേസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഇറ്റ് ഈസ് ഡൺ ബൈ ദി പാർട്ടി ഹു ഡോമിനേറ്റ്സ് ദി വിൽ ഓഫ് ദി അതർ. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്താ? അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഈസ് ഡൺ ബൈ ദി പാർട്ടി ഹു ഡോമിനേറ്റ്സ് ദി വിൽ ഓഫ് ദി അതർ. In case of coercion, no such condition is there. Coercion can be initiated by anybody and it can be directed against any person. The persons need not be a party to the agreement. Agreement പാർട്ടിക്കാരാകണമെന്നില്ല. Then the consent of the party is obtained by committing or threatening to commit an act forbidden by IPC. Coercion എന്താ ചെയ്യുന്നത്? The consent of the party is obtained by committing or threatening to commit an act forbidden by the IPC. IPC നിരോധിച്ചിരിക്കുന്ന, IPC ഫോർബിഡൻ ചെയ്തിരിക്കുന്ന ഒരു ആക്റ്റാണ് കമ്മിറ്റ് ചെയ്യുകയോ threatening to commit. അത് ഭീഷണിപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു IPC ഫോർബിഡൻ ചെയ്തിരിക്കുന്ന ഒരു ആക്ട് ഒന്നെങ്കിൽ ആ ആക്ട് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തി ചെയ്യുന്നു അല്ലെങ്കിൽ അത് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ ഒരു എലമെന്റ് ഓഫ് ഫോഴ്സ് വരുന്നുണ്ട്.
ഒരു എലമെന്റ് ഓഫ് ക്രിമിനാലിറ്റി വരുന്നുണ്ട് ഇൻ കേസ് ഓഫ് കോയേഷൻ. ബട്ട് ഇൻ കേസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ് ദി കൺസെന്റ് ഓഫ് ദി വീക്കർ പാർട്ടി ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡോമിനേറ്റിംഗ് ഹിസ് വിൽ. അവിടെ എന്താ ഒരു മോറൽ പ്രഷർ ചെലുത്തി വില്ലിനെ ഡോമിനേറ്റ് ചെയ്യുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അവിടെ ഒരു ഫിസിക്കൽ പ്രഷറിന്റെ കാര്യം വരുന്നില്ല. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് എ ക്രിമിനൽ ആക്ട്. അപ്പോൾ എന്താ, കോയേഷൻ ഇൻവോൾവ്സ് എ ക്രിമിനൽ ആക്ട്. ദെൻ നോ ക്രിമിനൽ ആക്ട് ഈസ് ഇൻവോൾവ് ഇൻ കേസ് ഓഫ് അൺഡ്യൂ ഇൻഫ്ലുവൻസ്. അൺഡ്യൂ ഇൻഫ്ലുവൻസിന്റെ കാര്യത്തിൽ എന്താ ഒരു ക്രിമിനൽ എലമെന്റ് അവിടെ ഇല്ല. കോയേഷന്റെ കാര്യത്തിൽ ക്രിമിനൽ എലമെന്റ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വി ഷാൽ ഡിസ്കസ് ഫ്രോഡ്. ഇതെല്ലാം എന്താ, എപ്പോഴൊക്കെയാണ് കൺസെന്റ് ഫ്രീ അല്ലാതായിട്ട് വരുന്നത്. ദി കൺസെന്റ് ഈസ് said to be free if it is not obtained by coercion, undue influence, fraud, mistake, misrepresentation, etc. തേർഡ് എലമെന്റ് എന്താ, ഫ്രോഡാണ്, കബളിപ്പിക്കുക. ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു കാര്യം തെറ്റായിട്ട് അവതരിപ്പിച്ച് മറ്റൊരാളെ കബളിപ്പിക്കുന്നു, ഫ്രോഡ്. ഫ്രോഡുലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ഫ്രോഡുലന്റ് ആക്ടിവിറ്റിയാണ്. അവിടെ എന്താ, അവിടെ ഒരു ഫോഴ്സ് ഉപയോഗിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ എന്താ, മോറൽ പ്രഷർ ചെലുത്തുകയല്ല ചെയ്യുന്നത്. തെറ്റിദ്ധരിപ്പിച്ച് ഒരാളെ കൊണ്ട് എഗ്രിമെന്റിൽ ഏർപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഫ്രോഡിനെ സംബന്ധിച്ചിടത്തോളം ഫ്രോഡിന്റെ ഒരു മീനിങ് കൊടുത്തിരിക്കുന്നത് എത്രയേ ഉള്ളൂ. ദി ടേം ഫ്രോഡ് മീൻസ് an intentional, deliberate or willful misstatement of facts. അപ്പം ഇന്റൻഷണൽ ആയിരിക്കണം, ഡെലിബറേറ്റ് ആയിരിക്കണം, willful misstatement of facts which are material for the formation of a contract. അപ്പം ഇന്റൻഷണൽ, അതുപോലെ തന്നെ ഡെലിബറേറ്റ്, അതുപോലെ തന്നെ എന്താ, willful misrepresentation or misstatement of facts which are material for the formation of a contract. അപ്പം എന്താ, ഒരു കോൺട്രാക്റ്റിന്റെ ഫോർമേഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ് ആയിട്ട് തെറ്റായി റെപ്രസെന്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു ഡിസീവ് ദി അതർ പാർട്ടി, മറ്റാളെ കബളിപ്പിക്കുക, ചീറ്റ് ചെയ്യുക. കോൺട്രാക്റ്റിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, ഡെലിബറേറ്റ് ആയിട്ട് തെറ്റായിട്ട് അവതരിപ്പിച്ച് മറ്റാളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവിടെയാണ് ഫ്രോഡ് എലമെന്റ് വരുന്നത്. ദെൻ നമുക്കൊരു ആക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഫ്രോഡ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രോഡിൽ കണക്കാക്കാവുന്നത്? ഒരു ഫ്രോഡ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഫ്രോഡിലേക്ക് വരാവുന്നത്? ഒന്ന്, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. അപ്പം ഫ്രോഡിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്താ, ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്. അപ്പം കോൺട്രാക്റ്റിന് അല്ലെങ്കിൽ എഗ്രിമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ട് തെറ്റായിട്ട് അവതരിപ്പിക്കുക, തെറ്റായ രീതിയിൽ അത് അവതരിപ്പിക്കുക. അപ്പം അങ്ങനെ ഒരു സെക്ഷൻ 17 സബ്സെക്ഷൻ 1 ഓഫ് ദി കോൺട്രാക്ട് ആക്ടിലാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിരിക്കുന്നത്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അപ്പം ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, ഫ്രോഡ് ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകണം വിച്ച് ഈസ് ഫോൾസ്. അപ്പം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് പറഞ്ഞൊന്നും there is a statement and which is false and the statement relate to facts. ഇപ്പം പ്രധാനപ്പെട്ട ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകണം. then statement is made by person who knows that it is not true. ഈ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്നയാൾ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുന്നയാൾ ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം അവതരിപ്പിക്കുന്നത്. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് ശരിയായ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആയിട്ട് മാറുന്നു. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ്. ദെൻ സെക്കൻഡ്ലി, ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട്. രണ്ടാമത് ആക്റ്റീവ് കൺസീൽമെന്റ്, അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഫാക്ട് മറച്ചു വയ്ക്കുന്നു. അപ്പം അവിടെ തെറ്റായ ഒരു കാര്യം അവതരിപ്പിക്കുന്നില്ല, പക്ഷേ അതിൻ്റെ സത്യസന്ധമായ അത് ആ ഒരു അവസ്ഥ എന്താ, കൺസീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫാക്ട്, ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട്. അപ്പം അവിടെ അതിൻ്റെ അകത്തും പറയുന്നത് there must be concealment of fact. The concealment is active. The concealment made by a party who has knowledge of it. ഒരു ഫാക്ട് മറച്ചു വെക്കുക, അപ്പം അറിയാവുന്ന ഒരു കാര്യം മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുവിപ്പിക്കുന്നു. അതെന്തായിട്ട് മാറും? ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട്. ദെൻ എ പ്രോമിസ് മെയ്ഡ് വിതൗട്ട് എനി ഇന്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്.
അതും ഫ്രോഡിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്താ, അവിടെയും ഒരു ഫ്രോഡിൻ്റെ കാറ്റഗറിയിൽ വരും. അവിടെയും ഒരു ആക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഫ്രോഡ്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഫ്രോഡായിട്ട് കണക്കാക്കാവുന്നത്. ആദ്യമേ നമ്മൾ പറഞ്ഞത് എന്താ, ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്. ഒരു ഫാക്ട് തെറ്റായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ that amounts to fraud. Secondly, active concealment of fact. ഫാക്ട് അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ച് കഴിഞ്ഞാൽ that amounts to fraud. Then again, a promise made without an intention of performing it. പെർഫോം ചെയ്യാനുള്ള യാതൊരു ഇൻറ്റൻഷനും ഇല്ലാതെ ഒരു പ്രോമിസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതും ഫ്രോഡാണ്. മറ്റൊരാളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി, മറ്റൊരാളെ ചീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രോമിസ് മുന്നോട്ട് വയ്ക്കുന്നു വിതൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. പെർഫോം ചെയ്യാനുള്ള യാതൊരു താല്പര്യവുമില്ല. ദർ ഈസ് നോ ഇൻറ്റൻഷൻ ഓഫ് ക്രിയേറ്റിംഗ് എനി ലീഗൽ ഓബ്ലിഗേഷൻ. അങ്ങനെ ഒരു പ്രോമിസ് മുന്നോട്ട് വെച്ചാൽ ആ പ്രവൃത്തിയും ഫ്രോഡായിട്ട് മാറും. ദെൻ ദി ഫോർത്ത് വൺ, എനി ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്. കബളിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതും എന്തായിട്ട് മാറുന്നു, അതും ഫ്രോഡായിട്ട് മാറുന്നു. അപ്പം ഒരു പ്രവൃത്തി ഇവിടെ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ, പ്രവൃത്തി ചെയ്യുന്നത് മറ്റൊരാളെ കബളിപ്പിച്ച് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുവിക്കാനാണെങ്കിൽ എനി ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്, ദാറ്റ് ഓൾസോ അമൗണ്ട്സ് ടു ഫ്രോഡ്. മറ്റൊരാളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഫ്രോഡായിട്ട് മാറുന്നു. ദെൻ ആക്ട്സ് such acts or omission as the law specially declares to be fraudulent. ഇനി ചില പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ചില ആക്ട്സ് ഓർ ഒമിഷൻ, ചില കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നിയമം ഫ്രോഡുലൻ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫ്രോഡുലൻ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഏതെങ്കിലും രാജ്യത്ത് നിലവിലുള്ള ഒരു ആക്ട് ആയിരിക്കണം. ഇപ്പം നിലവിലുള്ള ഒരു ആക്ട്, ഇപ്പം ഇൻസോൾവൻസി ആക്ടോ അല്ലെങ്കിൽ കമ്പനീസ് ആക്ടോ ഒക്കെ ചില ട്രാൻസ്ഫേഴ്സ് ഫ്രോഡുലൻ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താ, ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഡിക്ലെയർസ് ദാറ്റ് എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി വിത്ത് ദി ഇൻറ്റൻഷൻ ഓഫ് ഡീഫ്രോഡിംഗ് ദി ക്രെഡിറ്റർ ഈസ് ടേക്കൺ ആസ് ഫ്രോഡ്. ഇത് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം എനി ട്രാൻസ്ഫർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി with the intention of defrauding the creditor is taken as fraud. ക്രെഡിറ്ററെ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രവൃത്തി ഫ്രോഡാണ്. നമ്മൾ ബിനാമി പേരിലേക്കൊക്കെ മാറ്റുന്നല്ലെങ്കിൽ കടം വാങ്ങുമ്പോൾ സ്വത്തുണ്ട്, കുറച്ച് കഴിയുമ്പോൾ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാ, ക്രെഡിറ്ററെ കബളിപ്പിക്കുന്നതിന് വേണ്ടി. അതും ഫ്രോഡായിട്ട് കണക്കാക്കും. ഇനി നമ്മളിവിടെ എന്താ, മിയർ സൈലൻസ് ഈസ് നോട്ട് ഫ്രോഡ് എന്നൊരു പോയിന്റ് ഉണ്ട്, ഓർത്തിരിക്കുക. നിശബ്ദത ഫ്രോഡായിട്ട് മാറുന്നില്ല. ചില സാഹചര്യങ്ങളിൽ സൈലൻസ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ഫ്രോഡ്. ദെൻ നമ്മൾ ഇഫക്ട്സ് ഓഫ് ഫ്രോഡ് ഓർത്തിരിക്കുക. ഇഫക്ട്സ് ഓഫ് ഫ്രോഡിൻ്റെ പ്രധാനപ്പെട്ട ഇഫക്ട്സ് എന്തൊക്കെയാണ്? ഇത് കോൺട്രാക്ട് ഇഫക്ട്സും എവിടെയാണ് വരുന്നത്, അതും വോയിഡബിൾ ആണ്. നമ്മൾ ജനറലി ഓർത്തിരിക്കേണ്ടത്, കൺസിഡർ ഫ്രീ അല്ലാതെ വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ദി എഗ്രിമെൻ്റ് ഓർ കോൺട്രാക്ട് ഈസ് ഓൺലി വോയിഡബിൾ. അത് വോയിഡായിട്ട് മാറുന്നില്ല. ലാക്ക് ഓഫ് ഫ്രീ കൺസെൻറ്റ് അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് ഫ്രീ കൺസെൻറ്റ് മേക്സ് എ കോൺട്രാക്ട് വോയിഡബിൾ. സോ ഇഫ് ആൻ എഗ്രിമെൻറ്റ് ഈസ് കോസ്ഡ് ബൈ ഫ്രോഡ്, then that agreement or that contract is only voidable, void alla. Then remedies available on account of fraud. ഇനി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഫ്രോഡ് മുഖാന്തരമാണ്, കബളിപ്പിക്കപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പം വാട്ട് ആർ ദി റെമഡീസ് അവൈലബിൾ ഫോർ ദി അഗ്രീവ്ഡ് പാർട്ടി? അതിൻ്റെ അകത്ത് അഗ്രീവ്ഡ് പാർട്ടിക്ക് എന്തൊക്കെ റെമഡീസ് ഉണ്ട്? അപ്പോൾ റെമഡീസ് ആദ്യമായിട്ട് പറയുന്നത്, ഒന്ന്, ഹി ക്യാൻ അവോയ്ഡ് ദി കോൺട്രാക്ട് by getting the contract rescinded within a reasonable time. He can avoid the contract. അപ്പം the aggrieved party can avoid the contract or rescind the contract within a reasonable time. അപ്പം അങ്ങനെ എന്താ, ഒരു റീസണബിൾ ടൈമിനുള്ളിൽ ഈ പ്രവൃത്തി ചെയ്തിരിക്കണം. the aggrieved party can rescind the contract ഉപേക്ഷിക്കുക. Secondly, he can insist that the contract shall be performed on the condition that he shall be put in the position in which he would have been if the representation made had been true.
അപ്പോൾ അയാൾക്ക് എന്താ അത് പെർഫോം ചെയ്യാൻ ഇൻസിസ്റ്റ് ചെയ്യാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ പറയാം, എന്നെ കബളിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, കബളിപ്പിക്കാതെയാണ് ഈ കൺസെൻറ്റ് ഒബ്റ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പൊസിഷൻ എന്തായിരിക്കുമോ ആ പൊസിഷനിലേക്ക് എന്നെ ഇൻസ്റ്റോൾ ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റ് നമുക്ക് കോൺട്രാക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം, പെർഫോം ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ഒരു റെമഡി പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ റെമഡി എന്താ? ഹി ക്യാൻ ഫയൽ എ സ്യൂട്ട് ഫോർ ഡാമേജസ്, നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാം, ഇഫ് ദി കൺസെൻറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ മീൻസ് ഓഫ് ഫ്രോഡ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് ഫ്രോഡിൻ്റെ ഒരു റെമഡി ആയിട്ട്. ഒരു കോൺട്രാക്റ്റിൽ ഒരാൾ ഏർപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഒരാൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബൈ മീൻസ് ഓഫ് ഫ്രോഡ് ആണ് എങ്കിൽ അഗ്രിഗേറ്റ് പാർട്ടിക്കുള്ള റെമഡിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ റെമഡി, ഹി ക്യാൻ അവോയ്ഡ് ദി കോൺട്രാക്ട്. രണ്ടാമത്, he can insist that the contract shall be performed on the condition that he shall be put in position in which he would have been of the representation made had been true. Representation ഫ്രോഡ് ഇല്ല, റെപ്രസെൻറ്റേഷൻ കറക്റ്റ് ആയിരുന്നുവെങ്കിൽ അയാളുടെ പൊസിഷൻ എന്തായിരിക്കുമോ ആ പൊസിഷനിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ, മാറ്റാമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാം. ഇനി അതല്ല എങ്കിൽ ഹി ക്യാൻ ഫയൽ എ സ്യൂട്ട് ഫോർ ഡാമേജസ്. ഇതാണ് അതിൻ്റെ ഒരു റെമഡി ആയിട്ട് വരുന്നത്.